മാരേജ് എന്നാണ്. അപ്പൊ സീരിയസ് ആയിട്ട് നിങ്ങളെ സെപ്പറേറ്റ്ലി പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ Q&A വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇല്ലേ? കുറെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഷോർട്സിലും Q&A വീഡിയോ. ആക്ച്വലി നമ്മൾ 200K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഒരു Q&A വീഡിയോ ചെയ്യണമെന്ന്. അത് ഇത്രത്തോളം അങ്ങ് ലേറ്റ് ആയി പോയി. അപ്പോ ഇപ്പൊ എന്തായാലും ഇന്ന് Q&A വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ്, ഇപ്പൊ നമ്മൾ 4 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു Q&A'യുടെ. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 250 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതുവരെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഐ ആസ്ക് ടു ക്വസ്റ്റ്യൻ, ഞാൻ ഇന്റർവ്യൂ ചെയ്യുകയാണ്. എന്താണ് കൊച്ചു നിന്റെ ലൈഫിൽ ഏറ്റവും കിട്ടിയ വലിയ സമ്മാനം? നിങ്ങൾക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം പ്ലേ ബട്ടൺ ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് പറയാം. ലൈഫിൽ വന്നൊരു ഭയങ്കര ഒരിക്കലും നമ്മള് അത് അച്ചീവ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലേ. അതൊരു ഷോർട്ട് ടൈമിൽ വന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് 6 മണിക്ക് വെളുപ്പാങ്കാലത്ത് എണീറ്റാണ് കൊറിയർ ഓഫീസിൽ പോയി പ്ലേ ബട്ടൺ കിട്ടി. നമ്മളെ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. എൻ്റെ പൊന്നോ, എന്തെല്ലാം ഏതാണ്ട് നമ്മൾ 1,20,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയത്. അത്രത്തോളം നമുക്ക് പ്ലേ ബട്ടൺ ലേറ്റ് ആയി പോയി ഗൈസ്. അപ്പം അത്രയും കാത്തിരുന്ന് കിട്ടിയത് കൊണ്ട് അതിനെന്തോ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു പ്ലേ ബട്ടൺ. അത് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഇത്രയും ഉള്ള വ്ലോഗിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇവന്റ് ഏതാണ്? മീൻസ് ഇവന്റ് എന്നല്ല, മറക്കാൻ പറ്റാത്ത, നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ മറക്കാൻ പറ്റാത്ത വ്ലോഗ്. എനിക്ക് നൈറ്റി വ്ലോഗ്, വർക്കല വ്ലോഗ്. അത് തന്നെ എന്റെ പുഞ്ഞായി സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ക്രിഞ്ചടിച്ച് എൻജോയ് ചെയ്ത ഒരു വ്ലോഗ് നൈറ്റി വ്ലോഗാണ്. അടിപൊളിയായിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോ സത്യം പറഞ്ഞാലേ ഞങ്ങള് വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്ലാനും ഇല്ലാതെ പോയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കാറിലിരിക്കണം. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു വർക്കല വ്ലോഗ്. പക്ഷെ അത് 8 ഞാൻ അന്ന് ഒരു കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. അത് ഞാൻ ഇവിടെ കൊടുക്കാൻ കഴിയും. ഫോട്ടോസ് ആണ്. നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ? നിങ്ങളിൽ ആരാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നത്? പെട്ടെന്ന് ഇമോഷണൽ ആവുന്നത് ഏവനാണ്. പെട്ടെന്ന് ഇമോഷണൽ ആവും. പിന്നെ നെഗറ്റീവ് കമന്റ്സ് നമുക്ക് പൊതുവെ കുറവാണ്. ആക്ച്വലി നമ്മള് നിങ്ങളെ പോസ്റ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റയിലായിക്കോട്ടെ അല്ലെങ്കിൽ അല്ല, സീരിയസ്ലി ഗൈസ്, നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാണ്. നെഗറ്റീവ് കമന്റ്സ് കുറവാണ്. അങ്ങനെ എന്നാലും കാണുമല്ലോ, 99% ഒരു കൃവി അത് കാണുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ മൈൻഡേ ചെയ്യാറില്ല. ഫേവറേറ്റ് തമിഴ് ആക്ടർ? സൂര്യൻ. എനിക്ക് ധനുഷിനെ ഭയങ്കര ഇഷ്ടം. അത് ഷോർട്ട് ടൈം കൊണ്ട് അങ്ങനെ ഭയങ്കര എനിക്ക് ആരും അങ്ങനെ കട്ട ഫാനൊന്നുമല്ല. എനിക്ക് ആക്ടിങ് ബേസ് എനിക്ക് ധനുഷിന്റെ പല പടങ്ങളും, അസുരൻ, നമ്മളെ 3 ഒക്കെ എപ്പോഴും ഞാൻ കാണുന്ന സിനിമ. എത്ര വന്നാലും അതിന്റെ ഒരു ഹാഫ് എപ്പോഴും കാണും. 3യുടെ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, നല്ല രസമാണ്. എനിക്ക് സൂര്യ സെലക്ട് ചെയ്യുന്ന സ്റ്റോറി, മൂവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി എടുക്കുന്ന ഓരോ ക്യാരക്ടറും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അടിപൊളിയായിട്ട്. എനിക്ക് അതുപോലെ തന്നെ സൂര്യ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കുറച്ചും കൂടി ഒരു ആക്ടിംഗ് ബേസ് ഇഷ്ടം ധനുഷിനെയാണ്. ഡാൻസിൽ സ്റ്റെപ്പ് തെറ്റിക്കുമ്പോൾ നിങ്ങൾ വഴക്കിടാറുണ്ടോ? ഇത് നമ്മൾ ഫസ്റ്റ് ഡാൻസ് സ്റ്റെപ്പ് തെറ്റിക്കുമ്പോൾ വഴക്കെന്ന് വെച്ചാൽ ആദ്യം ഒരു ടേക്ക് ഓക്കെ, രണ്ടാമത്തെ ഒരു ടേക്ക് ഓക്കെ, മൂന്നാമത്തെ 4ാമത്തെ ടേക്ക് ആകുമ്പോൾ നമ്മളങ്ങ് പിന്നെ എനർജി ഒക്കെ പോവും. അപ്പൊ പിന്നെ അങ്ങനെ നമ്മള് പരസ്പരം ചീത്ത വിളിക്കാറില്ലെങ്കിൽ ഞാൻ മനസ്സിനെ ചീത്ത വിളിക്കാറുണ്ട് തെറ്റിക്കുമ്പോൾ ഞാൻ. കാരണം നമ്മളിപ്പോഴേ ഞാൻ പറയാം, ഇപ്പൊ ഒരു നല്ല എനർജി സോങ് ആയിരിക്കും. മീൻസ് അപ്പൊ ഒരു വിജയുടെ ഒക്കെ സോങ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ തമിഴ് സോങ് ആണെങ്കിൽ സ്റ്റാർട്ട് ടു എൻഡ് വരെ എനർജി ആയിരിക്കും. അപ്പൊ ആ ലാസ്റ്റിലത്തെ പോസ്റ്റ് എത്തുമ്പോഴായിരിക്കും നമുക്ക് തെറ്റുന്നത്. അപ്പൊ തെറ്റിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും നല്ലോണം ടേക്ക് എടുക്കാറുണ്ട്. ഫുൾ സോങ് ഡാൻസ് ചെയ്യുമ്പോൾ സീരിയസ്ലി അത് പലരും കമന്റ് ബോക്സ് ചോദിക്കുകയാണ്, ഫുൾ സോങ് ഡാൻസ് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ക്യാമറ കുലുക്കി. നിങ്ങൾ കുലുങ്ങിയപ്പോൾ അത് മീക്ക തട്ടിയതാണ്. കുലുങ്ങിയെങ്കിൽ അത് മീക്ക കുലുക്കിയതാണ്. നിങ്ങൾ തറ വീണാലും നിങ്ങളിപ്പോ തറ വീണേനെ. ഞാൻ ഒന്ന് ക്യാമറ ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഫുൾ ഡാൻസ് നമ്മൾ ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്.
യൂട്യൂബിൽ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങനെ ഒരു സോങ് എടുത്ത് ഒരു 15 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കും കിട്ടും, ചിലപ്പോൾ ക്ലൈമും കിട്ടും. നമ്മൾ അക്കൗണ്ട് തന്നെ ചിലപ്പോൾ. പ്രസന്റ് ഫോൺ റിംഗ് ടൂൺ എന്താണ് രണ്ടുപേരുടെയും? ഏട്ടൻസ് എപ്പോഴാണ് മെജോറിറ്റി ടൈം ഒരുമിച്ച് തന്നെയാണോ സ്പെൻഡ് ചെയ്യുന്നത് ഓർ വിത്ത് ഫ്രണ്ട്സ് ആണ്? അവനെ കണ്ട് കണ്ട് ഞാൻ മടുത്ത്. രാവിലെ എണീറ്റായി അവൻ, ഉച്ചയ്ക്ക് എണീറ്റായി അവൻ, രാത്രി ചോറ് അവിടെ വന്നിരുന്നാലും അവൻ. ഇല്ലയമ്മ, സീരിയസ്ലി നമ്മൾ പറയല, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, വളരെ കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ. നമ്മൾ മോസ്റ്റ് ടൈം നമ്മൾ ഒന്നിച്ചാണ് വീഡിയോ എടുക്കും. നമ്മൾ എപ്പോഴും നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഒന്നിച്ച് തന്നെ ആണ് എപ്പോഴും. അങ്ങനെ സെപ്പറേറ്റ് പിരിഞ്ഞ് നിന്നിട്ടില്ല ഇതുവരെയായിട്ട്. വാട്ട് അബൌട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഈസ് ഇപ്പോ ഡാൻസ് സ്കൂളിൽ. അതെ, അതാണ് നമ്മളൊരു ഡ്രീമും. നമ്മുടെ ഡ്രീമിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രീമും ഫ്യൂച്ചർ പ്ലാനും ഡാൻസ് സ്കൂളാണ്. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ഒരു 10 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിച്ച് ഒരു ഗോൾഡൻ പ്ലേ ബട്ടണൊക്കെ ഇവിടെ തൂക്കുന്ന ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിട്ട് ഒരു ഷോക്കേഴ്സ് ഇവിടെ പണിയുന്നുണ്ട്, പ്ലേ ബട്ടൺ വേണ്ടി വെക്കാൻ. വിച്ച് ഓഫ് യുവർ കോറിയോഗ്രാഫ്സ് ഡാൻസ് സ്റ്റെപ്സ്? ഉദ്ദേശിച്ചത് നമ്മുടെ ആരാണ് നമ്മള് ഡാൻസ് കോറിയോഗ്രാഫി ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മളെ ഡാൻസ് കോറിയോഗ്രാഫി നമ്മൾ രണ്ടുപേരും തന്നെ. ഇല്ല, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ നമ്മള് മാക്സിമം നമ്മള് വേറൊരു സ്റ്റെപ്പ് ആൾക്കാർ ചെയ്തതിൽ നിന്നും വെറൈറ്റി ആയിട്ട് മാക്സിമം ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മള് ചെയ്ത് കുറെ സംഭവങ്ങൾ ട്രെൻഡ് ആയിട്ടുണ്ട്. മീൻസ് നമ്മളെ മറ്റേ രാക്ഷസി ഭയങ്കര വൈറലായി, ഒരുപാട് പേര് ആ സ്റ്റെപ്പ് അത് കണക്ക് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അതെ അതെ, കോറിയോഗ്രാഫി അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ചെയ്യാറ്. നിങ്ങളുടെ ഏറ്റവും ഫണ്ണിയസ്റ്റ് ഫോട്ടോ അതേതാ? അത് നോക്കട്ടെ, ഇവിടെ കൊടുക്കാം. ഹൈ, കമ്മിറ്റഡ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ കുറെ കാണുന്നു. പിന്നെ ഗേൾസ് ഫാൻസ് ആണല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല. ഫാൻസ് ഗേൾസ് ഫാൻസ് നമുക്കും. അപ്പൊ സീരിയസ് ആയിട്ട് നിങ്ങളെ സെപ്പറേറ്റ്ലി പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അതായത് ഈ കമന്റ് ഇട്ട കുട്ടി നിന്നെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ നീ എങ്ങനെ റിയാക്ട് ചെയ്യും? കൊച്ചുവിനെ പ്രപ്പോസ് ചെയ്ത നിന്നാണെങ്കില് അല്ല, ഞാൻ എന്താ ഭയങ്കര കുരുത്തക്കടമ്മ. എടാ, എന്നെ ഒരു കൊച്ചു പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന്, നീ ഇങ്ങോട്ട് വാ, അതൊക്കെ കേൾക്കുന്നുണ്ടോ നീ? വിളിച്ചപ്പോഴാണ് എന്റെ അടുത്ത് വരും. ഓക്കെ, ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻസ്. അപ്പം നിന്നെ ഒരു പെൺകുട്ടി, അതായത് ഈ കമന്റ് ബോക്സിൽ ചോദിച്ച പെൺകുട്ടി നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്താൽ ഹൗ ടു റിയാക്ട്? നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലൊന്നും ഒരു റിലേഷൻഷിപ്പിനൊന്നും താല്പര്യം, കാരണം നമ്മള് ഇപ്പൊ പറ്റി പ്ലാൻ ചെയ്യുന്നില്ലല്ലോ. നീ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ അല്ല, ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് ഇവ ചെയ്യുന്നുണ്ടോ എനിക്കിപ്പോ അറിയണം. ചെയ്യുന്നുണ്ടോ? അതല്ലടാ, പെട്ടെന്ന് ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്ത് നമ്മൾ എങ്ങനെ, നമുക്ക് അറിയത്തില്ലല്ലോ അവരെ. അയ്യോ, അത് അപ്പോഴേ പറയാൻ പറ്റും. ഇപ്പൊ അങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പറ്റി സ്റ്റഡി ചെയ്തിട്ടല്ലേ നമുക്കൊരു റിലേഷനിലോട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി കുറെ നാൾ ഫ്രണ്ട്സ് ആയി അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരാൾ വരുന്ന നമുക്കത് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായ ചലഞ്ചാ? ചലഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ പെയിന്റിങ്. പെയിന്റിങ് നമ്മുടെ പെയിന്റിങ് ഗെയിം ഭയങ്കര അടിപൊളി ചലഞ്ച്. അടിപൊളിയായിരുന്നു. നമ്മൾ കുറെ എൻജോയ് ചെയ്തില്ലേ. അടിപൊളി. അത് ഞാൻ ഇപ്പോഴും ഇരുന്ന് റിപ്പീറ്റ് ആയിട്ട് കാണുന്നത് ഒരു വീഡിയോ. ഭയങ്കര ഒരുപാട് കോമഡിയാ. നിങ്ങൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഐബട്ടിൽ കൊടുക്കാട്ടോ. സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. കുറെ ചിരിച്ചു, നമ്മളെ സ്ട്രെസ് ഒക്കെ കുറെ ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളിൽ കലിപ്പൻ ആരാണ്? കലിപ്പ് ആരാമ്മ? നമ്മളീ കലിപ്പ് അമ്മ ആരാമ? ദേഷ്യം അമ്മ പറയട്ടെ. നമ്മൾ പറഞ്ഞ കള്ളം പറഞ്ഞ എന്നാലും ഒരാളെ പറയാൻ പറഞ്ഞു. ഏറ്റവും നല്ല ദേഷ്യമുള്ള ആർക്ക്? അമ്മ പറഞ്ഞിരിക്കുന്നത് നല്ലല്ലേ? കൂളൊന്നുമല്ല, ഞാൻ കൂള. ഓക്കെ, രണ്ടാളുടെയും 10th റിസൾട്ട് അത് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ? ഫണ്ണെന്ന്
എന്നാലും പറഞ്ഞു എനിക്ക് 6 A+, 4 A. നിനക്ക് എത്രടാ? എനിക്ക് 3 A+. എനിക്ക് 3 A+. കൊച്ചിന് 6 അടാ 7 A+. നിനക്ക് 7 അവന്റെ A+ വരാൻ മറന്നുപോയി. 7 A+ ഉണ്ടായിരുന്നു. 7 ഉണ്ടോ? ബാക്കി 7 A+ഉം 3 Aയും കൊച്ചുവിന്. കൊച്ചു ഭയങ്കര ബുജ്ജായിരുന്നു. എനിക്ക് 3 A+, 2 A. ഞാൻ പഠിക്കത്തൊന്നും എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. ഞാനൊരു ആവറേജ് ആണ്. ഞാൻ ഭയങ്കര പഠിത്തമൊന്നുമില്ല. അതെ, സ്പെഷ്യൽ ട്യൂഷനൊക്കെ പോയി, ഇംഗ്ലീഷ് പറഞ്ഞ, മാത്സ് പറഞ്ഞ, അങ്ങനെയൊക്കെ പോയി. ഞാൻ ഭയങ്കര പട്ടി ഷോയ. പട്ടി ഷോ നമ്മൾ പഠിക്കത്തില്ല. ഡാൻസ് വീഡിയോസിന്റെ മറ്റേ നമ്മളെല്ലാം സിനിമ പഠിക്കത്തില്ല. പക്ഷെ പട്ടി ഷോ ആയിരുന്നു. ഞാൻ 20 മണിക്കൂർ പുസ്തകം എടുത്തോണ്ട് എക്സാമിന്റെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് നീ കളഞ്ഞു. റിസൾട്ട് ഒന്നും പച്ച. പക്ഷെ എന്റെ അടുത്ത് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രവീണിനായിരുന്നു ഭയങ്കര പഠിത്തം. 10 A+ പ്രതീക്ഷിച്ചു. പക്ഷെ നമുക്ക് പഠിത്തത്തിനെ പറ്റി മാറ്റി നിർത്താൻ കഴിച്ചു. എനിക്കത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഇവനിപ്പം വിഷമാവുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് വേറെ ചോദ്യം. ഇതൊക്കെ എന്റെ എല്ലാവരും കളിയാക്കി കൊണ്ടുപോകണത്. അടുത്തത്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് എന്താണ്? കുറച്ചും കൂടെയൊക്കെ സംസാരത്തിലേക്ക് നമ്മള് സംസാരിച്ച് ഇതായി ഇല്ലടാ എന്ന് തോന്നുന്നു. നമ്മള് ക്യാമറ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ അക്ഷരം നേരെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഫസ്റ്റ് ഓർമ്മയില്ലേ? വ്ലോഗ് എടുത്തത് ഫുള്ള് റീടേക്ക് ആയിരുന്നു. അതുമല്ല പിന്നെ നമുക്ക് പബ്ലിക്കിലൊക്കെ പോയിക്കും ഭയങ്കര ക്രിഞ്ച് അടിക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ക്യാമറയിലൊക്കെ സംസാരിക്കുമ്പം ഭയങ്കര ക്രിഞ്ച് അടിക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഒരു നാണന്മാരാണ്. പിന്നെ എന്തോ ചേഞ്ചസ്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതൊക്കെ ഒരു ചേഞ്ചസ് ആണ്. ഓക്കെ, അതേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ മടി തോന്നാറുണ്ടോ? വീഡിയോ എടുക്കാൻ മടി വേറെ ഒന്നുമല്ല, ബ്ലോഗ് എടുക്കാനല്ല. ബ്ലോഗ് എടുക്കാൻ ഭയങ്കര എൻജോയ് ചെയ്ത ബ്ലോഗ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ചില സമയം മടി തോന്നാറുണ്ട്. കാരണം നമ്മൾ കണ്ടിന്യൂസ് എടുക്കാറില്ല. നമ്മൾ ഒരു ദിവസം തന്നെ എടുക്കും. നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് മടി തോന്നാറുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ചിലപ്പോൾ ഇപ്പൊ എനിക്ക് പനിയാണ്. ആക്ച്വലി ഇവിടെ വീട്ടിൽ എനിക്കും അമ്മയ്ക്കും പനിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നല്ല മടി തോന്നാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു കൊച്ചു ചേട്ടന്റെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? ജയലക്ഷ്മിയാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ ജയലക്ഷ്മിക്കുള്ള മറുപടി. അമ്മ നോക്കി കൊച്ചുവിന്റെ ലൈഫ് പാർട്ട്ണറിന് ഉള്ള കൊച്ചുവിന്റെ കൺസെപ്റ്റ് കേട്ടോളൂ. കൺസെപ്റ്റ് ഡാൻസ് കളിക്കണം. ഡാൻസ് കളിക്കുന്ന കുട്ടിയായിരിക്കണം. നോട്ട് ദ പോയിന്റ് 1. പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഓക്കെ, ജോലിയുള്ള കുട്ടിയായിരിക്കണം. നമ്പർ 2, പാചകം അറിയണ്ടേ? പാചകം അറിയണ്ട, അമ്മ വേവിച്ച് തരും. അപ്പൊ ഡാൻസ് കളിക്കണം, ഒരു കുട്ടിക്ക് ഒരു ജോലി ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഒരു വൈബിനനുസരിച്ച് അതാണ് മെയിൻ കാര്യം. നമ്മുടെ വൈബിനനുസരിച്ച് സ്യൂട്ട് ആവുന്ന ഒരു കുട്ടിയായിരിക്കണം. അത് മാത്രമേ എനിക്കും ഒരു ആഗ്രഹമുള്ളൂ, വേറെ ഒരു ആഗ്രഹമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ അമ്മയമ്മ എന്ന രീതിക്ക് നമ്മളെ കുടുംബത്തോട് ഒത്തു വന്ന കൊച്ചായിരിക്കണം. കൊച്ചു പ്രവീൺ, നിങ്ങൾക്ക് ഫിലിമിൽ ചാൻസ് കിട്ടിയാൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? കാരണം പ്രവീൺ റൊമാൻറ്റിക് സീനൊക്കെ ചെയ്യുന്നത് ഒടുക്കത്തെ ഫീലാണ്. ഓ മൈ ഗാഡ്, അത് എനിക്ക് തോന്നാറുണ്ട്. ചുമ്മാ എന്റെ മുന്നേ എനിക്ക് റൊമാൻസ് കൊണ്ട് വരത്തില്ല, എനിക്കൊന്നും വരത്തില്ല. എന്റെ മുഖത്ത് ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. അല്ല, ഫിലിമിലൊക്കെ ചാൻസ് ആർക്ക് തരത്തില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പോകും. നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആക്കത്തില്ല. നമുക്ക് ഇതുവരെ നമ്മുടെ ലൈഫിൽ വന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കിയിട്ടില്ല. ഇങ്ങോട്ട് വന്ന് ഇല്ലേ, നമ്മളെല്ലാം മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. വി ആർ യൂസർ ഫ്രണ്ട്ലി. NSS സെലക്ഷൻ ഡേയിൽ സ്കൂളിൽ വരാൻ പറ്റാഞ്ഞ് അടുത്ത ദിവസം സ്കൂൾ ഓഫീസ് റൂമിൽ ബ്രേക്ക് ഡാൻസ് ചെയ്ത് സെലക്ഷൻ നേടിയ പ്രവീണിനെ അറിയോ? മിസ് യു ദാറ്റ് ഓൾഡ് ഡേയ്സ് അളിയ. കമന്റ് ഇത് ഇട്ടിരിക്കണത് എന്റെ കൂട്ടുകാരൻ നന്ദഗോപനാണ്. അപ്പം അളിയ മിസ് യു. നമ്മുടെ +1 +2 ലൈഫിൽ ഞാൻ വെറും പൊട്ടനായിരുന്നു, ഞാൻ വെറും മണ്ടനായിരുന്നു. സത്യം പറയണോ, അന്ന് ഞാൻ ഉണ്ടല്ലോ പൊട്ടനായിരുന്നു.
എന്നുവെച്ചാ ഞാൻ രാവിലെ പോവും, എനിക്ക് അങ്ങനെ മുടിയൊക്കെ അങ്ങ് വെട്ടി ഇല്ല, അങ്ങ് പറ്റയൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങനെ ആയത് മിണ്ടത്തും ഇല്ല. പക്ഷെ ഞാൻ 10 വരെ ഞാൻ എന്താ കാരണം എന്നറിയോ, ഞാൻ 10 വരെ പഠിച്ച സ്കൂളിൽ നിന്ന് പിന്നെ എന്റെ കൂടെ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. പെട്ടെന്ന് വേറെ സ്കൂളിലോട്ട് പോയപ്പോ അപ്പൊ ഞാൻ ഫുള്ളിങ് ഡൗൺ ആയിപ്പോയി. പിന്നെ അവിടെ ചെന്ന് പിന്നെ കുറെ കൂട്ടുകാരെ കിട്ടി. അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ചാൽ NSS ക്യാമ്പ്, അതായത് നമ്മള് NSS ക്യാമ്പ് എന്ന് പറയുമ്പോഴേ എന്റെ മൈൻഡിൽ അന്ന് നമ്മുടെ സീനിയറൊക്കെ പറഞ്ഞു തന്നു, ഈ NSS ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഡാൻസും അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ ആക്ച്വലി അന്ന് എനിക്ക് പോകാൻ പറ്റി. ഇതിന്റെ സെലക്ഷൻ അന്ന ദിവസം ഞാൻ അറിഞ്ഞതുമില്ല, ഞാൻ പോയതുമില്ല. ഞാൻ 1-2 ആഴ്ചയിലൊക്കെ 2 ദിവസം പോകത്തൊന്നുമില്ല സ്കൂളിൽ. പോവാതിരുന്നപ്പോ പിറ്റേന്ന് ചെന്നപ്പോഴാണ് അറിഞ്ഞത് സെലക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഓഫീസ് റൂമിൽ പോയി കാല് പിടിച്ചവരെ ഞാൻ പ്രിൻസിപ്പലിന്റെ ഒക്കെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിച്ചു ഓഫീസ് റൂമിൽ ചെന്ന്. അങ്ങനെ സെലക്ഷൻ വാങ്ങിയെടുത്തു. ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ കാര്യം, ഓർക്കാൻ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ 2022 നമ്മൾ അപേക്ഷിച്ച് അടിപൊളി ഒരു ഇയർ ആയിരുന്നു. ഒരുപാട് നല്ല സന്തോഷം മൊമെന്റ് ഉണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, നമ്മുടെ യൂട്യൂബ് ജേണി ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മളൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ 2022 ആയിരുന്നു. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. 2020 ഇന്ന ഒരു മൊമെന്റ് ഒന്നും ഇല്ല, ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ഒരുപാട് ഇവന്റ്സിലോട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും 2022 അടിപൊളിയായിരുന്നു. ഇനി അടുത്ത 23 അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെജോറിറ്റി ആൾക്കാരും കമന്റ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്ലേസ്, ഏജ്, ജോബ്, സ്റ്റഡി. ഇതിനുള്ള ആൻസർ ആദ്യം പറയാം. നമ്മുടെ സ്ഥലം നമ്മൾ ഓൾറെഡി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ സ്ഥലം. പിന്നെ ഏജ് എനിക്ക് 24, 23 ആയി വയസ്സ്. ജോബ്, സ്റ്റഡി, പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ആയാട്ട ഏവിയേഷൻ ആയിരുന്നു, IT ആയിരുന്നു. അപ്പോൾ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോജ്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കോൺട്രാക്ട്സ് നിലവിലുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ അതിലാണ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പുറത്ത് പിന്നൊരു ജോബിന് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പുറത്ത് ജോലിക്ക് പോവാനും ഇഷ്ടമല്ല. അതെ, വേറൊരാളുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. മറ്റേതെന്ത് ഇന്നും ജോലിക്ക് പോകണം, ഞായറാഴ്ച മാത്രം ഒരു ദിവസം ലീവ്. ആ ഒരു ദിവസം ലീവിന് എന്ത് ചെയ്യും? ബീഫ് കറിയും കപ്പയും വെച്ച് തിന്നും, എന്നിട്ട് എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിരിക്കും. ഒരു ദിവസം കൊണ്ട് എന്തിരിക്കൂടാ? ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ, നമ്മളെല്ലാ സമയവും ഫ്രീ ആണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. ആരും നിയന്ത്രിക്കാനും ഇല്ല, ജോലിക്ക് പോകാനും ആരും പറയത്തില്ല. അതെ, അതുകൊണ്ട് പഠിച്ച് ജോലിയൊക്കെ പഠിക്കുന്നതിന് വലിയ പാടാ. അല്ല സീരിയസ്ലി ഞാൻ പഠിച്ചത് ആയാട്ട ഏവിയേഷൻ അല്ല. അപ്പം നമ്മുടെ ഇവിടെ നാട്ടിൽ കിട്ടണ വളരെ തുച്ഛമായ സാലറി ഒരു 20,000 താഴെ മാത്രമായിരിക്കും നമ്മുടെ ശമ്പളം. 20,000 അതൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ഒരു നേഴ്സിംഗ് പഠിക്കുന്ന ഒരു നേഴ്സിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സാലറി. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ആ നേഴ്സ് തന്നെ വല്ല യൂറോപ്പിലോ അല്ലെങ്കിൽ UK ദുബായിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ശമ്പളവും നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിലെ ശമ്പളത്തിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എനിക്കുള്ള സമയം എൻ്റെ വീട്ടിൽ എല്ലാവരോടും കൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് എൻ്റെ ഇഷ്ടം. അത് ദൈവം സഹായിച്ച് മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പം ആകെപ്പാടുള്ള കുറച്ച് സമയം, നമ്മുടെ ലൈഫിലുള്ള കുറച്ച് സമയം നമ്മൾ പുറത്തൊക്കെ പോയി കിടന്ന് എന്താ പറയാ, എല്ലാവരും പിരിഞ്ഞിരുന്ന്, അപ്പം നമുക്കൊരു ഗിഫ്റ്റഡ് ടാലന്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് അമ്മയൊക്കെ പറയുന്നേക്കാം, നമുക്ക് ഒരു കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് നമുക്ക് കിട്ടിയത് ആക്ച്വലി. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ സ്ട്രെങ്ത്തും. അപ്പം നമ്മൾ അന്ന് തൊട്ടേ ആ ഡാൻസ് നമ്മൾ വിടാതെ ഇവിടം വരെ കൊണ്ടുവന്നു. അപ്പം ഇത്രത്തോളം സപ്പോർട്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ ഒരു ഓപ്ഷനും നമ്മുടെ ഒരു മുമ്പോട്ടുള്ള ഒരു ഫ്യൂച്ചറും ഇതിനകത്താണ്. ഡെയിലി വ്ലോഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡെയിലി വ്ലോഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഇല്ല. അത് ഞാൻ സീരിയസ്ലി പറയാണ്, ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാത്തതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പൊ നമുക്ക് അതിലും വീഡിയോ ഇടണം. എല്ലാം കൂടി ഭയങ്കര പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ്
എന്നാലും നമ്മളിപ്പോ മാക്സിമം ആ, വീഡിയോ വീഡിയോ ഇടുന്നുണ്ട്. കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് നമ്മൾ 10-16-17 വീഡിയോസ് ചെയ്യുന്നു. പഴയ ഡാൻസ് ആറിന്റെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. പഴയ ഡാൻസ് ആർ എന്ന് പറയുമ്പോ അതാണ്ട് പേരെനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. ഞാൻ 6-ലും 7-ലും അത് പഠിക്കുമ്പോഴാണ് മറ്റേ ഇതായിരുന്നു ക്ലാസിക്കൽ. അവിടെ ഉണ്ടായിരുന്നു കഴിച്ച് നമ്മുടെ ചെലങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞ അരങ്ങേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ നാടകം നൃത്തം പോയി പപ്പടം പപ്പടം വേണോ പപ്പടം അല്ല പപ്പടം അല്ല, ഭരതനാട്യം അല്ല, എന്തിനാ നമ്മ ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ക്ലാസിക്കൽ ഡാൻസ് ആണ് കഴിച്ചത്. എനിക്ക് അറിയാമോ എനിക്ക് അറിയില്ല. അത് ഇത്ര നാളാ കുറച്ചാളൊക്കെ പോയിട്ടുള്ളൂ. ആ വളരെ കുറച്ചാളെ പോയിട്ടുള്ളൂ. അത് നമ്മള് 3-ാം ക്ലാസ്സിലോ 4-ാം പഠിക്കുമ്പോഴാണ്. ലവ് സ്റ്റോറി പറയാൻ താല്പര്യമുണ്ടോ? അമ്മയുടെയും അച്ഛന്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നിങ്ങൾ രണ്ടുപേരുടെയും നെക്സ്റ്റ് പ്ലാൻ എന്താ? ലവ് സ്റ്റോറി പറയാൻ താല്പര്യമുണ്ടോ? കൊച്ചു പറയൂലേ? ഇല്ല, താല്പര്യമില്ല. ഇല്ല. ഒരുപാടുണ്ടല്ലോ ഗൈസ്, ലിസ്റ്റേ ഇങ്ങനെ എടുക്കണം. എനിക്ക് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. എന്ത് രസമുണ്ട കാലഘട്ടം, എല്ലാം പൊട്ട പ്രണയമായിരുന്നു. ലവ് സ്റ്റോറി ആ സ്റ്റോറി ആയിട്ടൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ഭയങ്കര സ്റ്റോറി ഇല്ല. എല്ലാ ക്രഷ് ഉണ്ടാവാറുണ്ട് ഗൈസ്. മുടുക്കത്തെ ക്രഷ് എല്ലാരും കണ്ടു, മിക്കവരും കണ്ടല്ലോ. എല്ലാരും ഇവനൊരു അത്ഭുതമാണ്. അങ്ങനല്ല, അങ്ങനല്ല. നിനക്ക് ക്രഷ് ഉണ്ടായിട്ടുണ്ട്? പിന്നെ തോന്നാറുണ്ടല്ലോ. എനിക്കും ക്രഷ് തോന്നാറുണ്ട്. കോളേജ് പഠിക്കുമ്പോഴായിക്കോട്ടെ, സ്കൂളിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ, +2 പഠിക്കുമ്പോഴായിക്കോട്ടെ ഉണ്ടാവാറുണ്ട്. ബട്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യാറില്ല, തോന്നാറുണ്ട്. വായി നോക്കാറുണ്ട്. എക്സ്പ്രസ് ചെയ്യാത്ത ഇല്ല, നമുക്ക് അതൊരു ചമ്മല. എക്സ്പ്രസ് ചെയ്യടാ, ഇത് തന്നെ ചെയ്. 2 അടിയൊക്കെ കിട്ടുമ്പോ ശരിയാവും. എക്സ്പ്രസ് ചെയ്യാൻ നീ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ അങ്ങോട്ട് ആരെങ്കിലും? ചെയ്തിട്ടുണ്ട്. അത് ചോദ്യമുണ്ട് കേട്ടോ. പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പ്രപ്പോസ് ചെയ്തതൊന്നും നടന്നിട്ടില്ല. ഞാനും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എന്റെ ആദ്യത്തെ പ്രപ്പോസലൊക്കെ വാവ് വണ്ടർഫുൾ, എന്താ അടിപൊളിയായിരുന്നു. കോമഡിയായിരുന്നു അതൊക്കെ ചെറുതില്ലേ. നിന്റെ കോളേജ് ക്രഷ് വന്നിട്ടുണ്ടോ? ഞാൻ IT യിലടാ. ഞാൻ കോളേജിൽ പോകും. ഞാൻ IT യിലായതുകൊണ്ട് അവിടെ ബോയ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് +2 കഴിഞ്ഞപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഞാൻ ഈ പഠിത്തം കൊണ്ടൊന്നും ഒന്നും ആവാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ലവ് പറഞ്ഞിട്ടുണ്ട് 3-ാം ക്ലാസ്സിലെ അല്ലേ? ഞാൻ പഴയ പറഞ്ഞിട്ടുണ്ട്. വായി നോക്കാറുണ്ടോ പ്രവീൺ ചേട്ടാ? പറഞ്ഞോട്ടോ. പണ്ട് നോക്കുമായിരുന്നു. ഇപ്പൊ നോക്കത്തില്ല. പണ്ട് നോക്കുമായിരുന്നു. നീ നോക്കത്തില്ല? ഞാനും വായി നോക്കാറുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ അതൊക്കെ ചീപ്പല്ലേ. അമ്മ ഇവ പട്ടി ഷോ കാണിക്കുന്നു. ഇവൻ പണ്ട് ബൈക്കൊക്കെ കൊടുത്തോണ്ട് സ്കൂളോട് അവിടെ വഴി പണ്ടൊരു വേറൊരു ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പം ആ പെൺകുട്ടിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവളെ കാണിക്കാൻ വേണ്ടി സൈക്കിളില് എടാ ഞാനല്ല നീയാ. നീ മറ്റേ എന്റെ പൊന്നെ സ്റ്റോറി തല്ലാതിരിച്ചു പറയുന്നത് ഇവനാ വീണത്. അല്ലല്ല ഇവനെ നീ എന്ത് കള്ളനാടാ? അമ്മ ഇവണ്ടല്ലോ നമ്മളെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കൊച്ച്. അപ്പൊ ഈ കൊച്ച് നമ്മുടെ സൈക്കിളില് ആ കൊച്ചു നടന്നാ വരുന്നത്. അപ്പം ആ കൊച്ചു ഇടവഴി ഇങ്ങനെ കയറി വന്ന് റോഡിലോട്ട് കയറുക. അപ്പൊ നമ്മുടെ റോഡിൽ കൊച്ചു 100 നമ്മൾ പുതിയ സൈക്കിളിനകത്ത് വിട്ടു വരും. എന്നിട്ട് കൊച്ചു അവളെ മുമ്പിൽ എന്നിട്ട് കൊച്ചു കൈയൊക്കെ വിട്ടു ഓടിക്കും. ഭയങ്കര സാഹസികരായിരുന്നു. പൊന്നി ഗൈസ്, അന്ന് ഞാനല്ലേ സൈക്കിൾ ഓടിച്ചത്. കാല് പോലും എത്തത്തില്ല. അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അവളെ മുമ്പിൽ ഒന്നും മറിഞ്ഞു വീണി. ഞാൻ ചാടി, ഇവൻ മറിഞ്ഞു വീണി. നെല്ലും കുത്തി കയ്യും മുറിഞ്ഞ് മുട്ട ചോര ഒലിപ്പിച്ച് സൈക്കിൾ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടി കിട്ടി. ഗൈസ് ഞാനല്ല ഇവനാ. എന്തോടാ കള്ള പറയുന്നത്? അയ്യോ അന്ന് ഗൈസ് അന്ന് വീണിട്ട് ആ പെമ്പിള്ളേരെല്ലാം കൂടി ചിരിയുണ്ട്. ഇപ്പോഴും പോയിട്ടില്ല. ഇവനാ വീണത്. ഞാൻ ബാക്കിലായിരുന്നു. അന്ന് എനിക്ക് ഇവനെ വെച്ച് സൈക്കിൾ ഓട്ടാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ കുറച്ച് നല്ല ചെറുതായിരുന്നു. ഇല്ലേ മാ? ഇവനെ അത്യാവശ്യം നല്ല പൊക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രേ ഉള്ളു. നമ്മുടെ ഒരു പഴയ ഡാൻസിന്റെ സീഡി ഉണ്ട്, അതിനകത്ത് നോക്കി അറിയാം. ഞാൻ ഇതിന്റെ ഇത്രേ ഉള്ളായിരുന്നു. ഇവനായിരുന്നു ചവിട്ടി ഒന്ന് മറിഞ്ഞടിച്ച് കയ്യൊക്കെ വിട്ട്. മനസ്സിലായി കാണുമല്ലോ ഇവനാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ ആണോ പറയുന്നതെന്ന് ഡൗട്ട് പറഞ്ഞു പോവാ.
അമ്മയുടെ അച്ഛന്റെയും ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്? അമ്മ വാ. അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അത് നമുക്ക് അമ്മയുടെ തന്നെ നോക്കി. അച്ഛവിടെ ഇല്ല. അച്ഛനോട് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. സ്കൂട്ടി മേടിക്കണമെന്ന് പറയല്ലേ അമ്മ? അല്ല നമുക്കിപ്പോ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളിലുള്ള ആഗ്രഹങ്ങളേ ഉള്ളൂ. ഇനി ഇച്ചിരി കൂടെ ഒരു നല്ല ഇതിലാവണം. പിന്നെ ഇപ്പൊ ഉള്ളതൊക്കെ പോക്ക. പിന്നത്തെ ആഗ്രഹം നിങ്ങളൊരു സ്റ്റാൻഡിലാവണം എന്നൊരാഗ്രഹം. ഒരുവിധം ഇപ്പൊ ഇച്ചിരിയൊക്കെ ആയി വരുന്നുണ്ട്. പിന്നീട് ഒരു ഡാൻസ് സ്കൂൾ ഇടണം, നിങ്ങൾക്കൊരു ഇതാവണം. പിന്നത്തെ ആഗ്രഹം എന്ന് വെച്ചാല് ഒരു നല്ലൊരു പെങ്കൊച്ചിനെ എവിടെയെങ്കിലും കെട്ടി സുഖമായി അങ്ങനല്ല കെട്ടിച്ച് വിടണോന്നല്ല, നല്ല നമുക്ക് നമ്മളെ ഫാമിലിയില് പറ്റിയൊരു കൊച്ച് ഉള്ള ഒരു കൊച്ചിനെ കൊണ്ട് നമ്മളടുത്ത് നിൽക്കുന്ന, നമ്മളെയും കൂടെ സ്നേഹിക്കുന്ന, എവരെയും കൂടെ നല്ലപോലെ നോക്കുന്ന, എവരെ പോലെ ഡാൻസ് കളിക്കുന്ന, അതൊക്കെ അങ്ങനെയുള്ളൊരു കൊച്ചിനെ. ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അമ്മയായിട്ട് കോണ്ടാക്ട് ചെയ്യും. അത്രയും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. പൊസിഷനിൽ എത്തുക, നമ്മുടെ ഫ്യൂച്ചർ നല്ല സേഫ് ആവുക. ഏതൊരു അമ്മയ്ക്കും അച്ഛനും ഏറ്റവും കൂടുതൽ ആഗ്രഹം വെച്ചാൽ മക്കള് നല്ല രീതിയിലാവണം. അത്ര ആഗ്രഹമുള്ളൂ ഞങ്ങൾ രണ്ടുപേർക്കും. എന്റെ സൗണ്ട് മാറിയിരിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പനിയാണ്. 2 ദിവസമായിട്ട് കിടപ്പായിരുന്നു. എനിക്ക് എന്റെ പനിയുടെ ഉത്തരവാദിത്തം ഫുൾ ഉത്തരവാദിത്തം അമ്മയ്ക്കും പനിയായി. കൊച്ചിനും കുറച്ച് ആരംഭമുണ്ട്. ഇല്ല എനിക്ക് കുഴപ്പമൊന്നും. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മുഖത്ത് ക്ഷീണമോ അല്ലെങ്കിൽ ഒരു സൗണ്ട് മാറ്റലൊക്കെ. അല്ലെങ്കിൽ പണ്ട് പിന്നെ യേശുദാസിന്റെ സൗണ്ട് ആയിരുന്നു. അമ്മ അവന്റെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം. പണ്ട് നല്ല നല്ല മധുരമായ സൗണ്ട് ആയിരുന്നല്ലോ. അതിന്റെ ഊത്ത കണ്ണാടി ഉണ്ടല്ലേ ഇപ്പൊ താഴെ കിടക്കും. യൂട്യൂബ് സാലറി കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മളെ ഡാൻസ് സ്കൂള്. പിന്നെ നമ്മള് ചെയ്യുന്നില്ല എല്ലാ കാര്യവും. യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബ് പട്ടിണിയാണ് ഗൈസ്. യൂട്യൂബ് മാത്രം കൊണ്ട് നമുക്ക് പട്ടിണി കിടന്ന് തീരും. പിന്നെ അച്ഛനുണ്ടല്ലോ, എന്തിനു പേടിക്കണം ഇല്ലമ്മ. അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്, പൈസ ഉണ്ട്, 2 കാവന്മാരായ 2 മക്കളെ തീറ്റി പോറ്റുന്നുണ്ട്. അല്ല അമ്മ പറ, നമ്മളെ കാര്യങ്ങൾ നമ്മളല്ലേ നോക്കുന്നേ. എത്ര വർഷമായിട്ട്? 2 കൊല്ലം കൊണ്ട്. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് എന്റെ അവന്റെ കാര്യം നമ്മൾ 2 പേരുമാണ് നോക്കണത്. വീട്ടിലിപ്പോ വന്നിട്ടില്ല, അവർക്ക് ഒരുപാട് ചെലവില്ല. ഉടനെ ആവശ്യം വരും, ചോദിക്കാം. അതെ, കുറെ നാളായി പരാതി നമ്മളിപ്പോ വീട്ടിൽ നിന്നൊന്നും പൈസ ചോദിക്കുന്നില്ല. ശരി തരാം. ചോദിച്ച നമ്മളെ ഉണ്ടെങ്കിൽ കൊടുക്കും. മക്കൾക്കല്ലാതെ പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പാരന്റ്സിന്റെ ലവ് സ്റ്റോറി പറയാമോ? അത് അച്ഛനും അമ്മയും രണ്ടുപേരും ഇതേ കണക്കിരുത്തി പറയിപ്പിക്കാം. അത് അച്ഛനും വേണം. Who will edit your videos, vlog, shorts or Insta reel? അത് വ്ളോഗൊക്കെ എഡിറ്റ് ആക്കുന്നത് ഇവനാണ്. പിന്നെ ഞാൻ ഒന്നും കൂടെ നോക്കും. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അവന്ന് വെരിഫൈ ചെയ്യും അവനാണ് മെയിൻ മാനേജർ. വെരിഫൈ ചെയ്യും. വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ ഇൻസ്പിറേഷൻ ഓർ റീസൺ? ക്യാമറ എടുക്കുമ്പോ ഇങ്ങനെ വെക്കുമ്പോ ഉണ്ടല്ലോ, എന്താണ് പറയുന്നത്? അന്നാണെങ്കിൽ ആ ഫോണില് സ്പേസും കൂടെ ഇല്ല. നമുക്കാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ഒരു ഇതായിരുന്നു. ഇല്ലടാ, നമ്മള് സംസാരിക്കാൻ എവിടെയെങ്കിലും ലാഗ് വരും, അത് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്ളോഗിനൊന്നും ഒരു ലൈഫ് ഇല്ലായിരുന്നു. മാരേജ് എന്നാണ്? മാരേജ് അതൊരു പെണ്ണെ കിട്ടുന്നത് അമ്മയുടെ മാരേജ് അതിനാദ്യം ഒരു പെണ്ണിനെ കിട്ടുന്നത്. ചെയ്യുന്നെങ്കിൽ ഞാൻ ലവ് മാരേജ് ചെയ്തോളൂ. ഞാൻ അമ്മ എന്നാ നിങ്ങളുടെ ആഗ്രഹത്തില് എന്താണ് നമ്മളെ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം? 26-27 വയസ്സ്. 27 അത്ര വേണ്ടേ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അവ 27 കിട്ടും, നീ 28 കിട്ടണം. അവര് നേരത്തെ കെട്ടണമെന്ന് എനിക്ക് കേട്ടണ്ട. നീ ഇവനല്ലേ മുമ്പ് കേട്ടോളൂ. നീ വേണമെങ്കിൽ ഒരു 25-ലൊക്കെ തുടങ്ങിക്കോ. ഇവന്റെ കൂടെ കാര്യം ജീവിക്കുക.
അതാ പിന്നെ 25 തുടങ്ങി കഴിഞ്ഞാൽ ഒരു 26, 27 കൊണ്ടല്ലോ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ നമ്മളൊരു ജേണി എന്ന് പറയുന്നത് ഒരു കുറച്ച് കാലം കൊണ്ട് വന്ന ഒരു ഫാമിലിയാണ്. ഇത്രയും ഒരു ഫാമിലി നമുക്ക് പെട്ടെന്ന് കിട്ടിയത് ഭയങ്കര നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അതിനപ്പുറം സപ്പോർട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഓരോ കമൻസും നമ്മൾ റീഡ് ചെയ്യാറുണ്ട് ഇല്ലേ? അത് ഹാപ്പിയാണ്. അപ്പം മുമ്പ് പറയാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആസ് എ ഇൻഡിവിജ്വൽ നമ്മളെ കയ്യിൽ ഒരു സേവിങ്സോ അല്ലെങ്കിൽ നമുക്കായിട്ട് ഇൻകം ഇല്ലായിരുന്നു. അപ്പൊ അതൊരു വലിയ മാറ്റം ഇപ്പൊ ഉണ്ട് ഈ ഒരു കുറച്ച് നാളായിട്ട്. അപ്പോൾ മുമ്പ് നമുക്ക് ഇപ്പം ഇൻകം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മോജ് അല്ലേ, അതൊക്കെ ആയിരുന്നു. അപ്പം പല ഫിനാൻഷ്യൽ സ്ട്രഗിൾ എനിക്കും കൊച്ചിനും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം മാറി, ഒരുപാട് മാറി, കുറെ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ കുറെ കളിയാക്കൽ ഇല്ലേ, ഒരുപാട് പേര് നമ്മളെ അങ്ങനെ വീഡിയോ ഇപ്പം എൻ്റെ ഒരു പേഴ്സണലി അറിയാവുന്നവരൊക്കെ തന്നെ നമ്മളെ ചിലപ്പം മുഖത്ത് നോക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മീൻസ് കളിയാക്കിയിട്ടുണ്ട്, കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പം ഭയങ്കര കാര്യമാണ്. ഇപ്പം മെസ്സേജൊക്കെ ആയിരിക്കും ഇല്ലേ? അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ചേഞ്ചസ് ആണ്. അപ്പം കളിയാക്കിയവരടുത്തും അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞവരടുത്തൊക്കെ ഒരുപാട് നന്ദി. അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ നമ്മളും ചേഞ്ച് ആവും. ഇപ്പം വലിയ സംഭവമായെന്നൊന്നും അല്ല, ബട്ട് അന്ന് അതിൽ നിന്ന് ആ ഒരു ബേസ്മെന്റിൽ നിന്ന് ഇപ്പൊ ഒരു ഇത്രയെങ്കിലും ഒരു ഗ്രോത്ത്, ഇച്ചിരിയെങ്കിലും ഒരു ഗ്രോത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുമ്പോട്ട് ഒരുപാട് ജേണി നമുക്ക് പോകാനുണ്ട്, ഒരുപാട്. അപ്പം ഇതൊക്കെ തുടക്കം മാത്രം. പിന്നെന്താണ് ഗൈസ്, നമ്മളൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചെയ്യാറില്ല ഇല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഒരു സക്സസ്. നമ്മളെന്താണോ അല്ലെങ്കിൽ ഞാനും എന്താണോ അത് തന്നെയാണ് ഈ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്നത്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം എല്ലാത്തിനും ആൻസർ ചെയ്തു എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പിന്നെ കൂടുതൽ കുറെ ഫാമിലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അച്ഛനും അമ്മയും കൂടി ഉള്ളപ്പം ഇനി ഒരു Q&A ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പം അച്ഛനും കൂടി ഉണ്ടെങ്കിലല്ലേ എല്ലാം പറയാൻ പറ്റും. പിന്നെ അച്ഛൻ്റെ നമ്മുടെ ലവ് സ്റ്റോറി ചോദിച്ചു, അത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. പിന്നെന്താണ്, പിന്നെ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു. അപ്പം ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. ഒരു ചേഞ്ചും ഇല്ലാതെ സമ്മതിക്കും. യൂട്യൂബ് തുടങ്ങിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്തിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്കും. കുറച്ച് വണ്ണം വെച്ച് കൊളസ്ട്രോളൊക്കെ പോയി ചെക്ക് ചെയ്തേ. ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, കുറച്ചേ കഴിക്കൂ, അതനുസരിച്ചേ കഴിക്കൂ.